അപ്പോൾ വൈപ്പർ ബ്ലേഡ് ഡാമേജ് ആകുവാനായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. മോട്ടറിന് അവിടെ ലോഡ് കൂടുതൽ എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ പതിയെ കൈകൊണ്ട് പിടിച്ച് ഗ്ലാസ്സിലേക്ക് മുട്ടിച്ച് വയ്ക്കണം. 100% അവിടെ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. വൈപ്പർ ബ്ലേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ വൈപ്പർ ബ്ലേഡ് മാറ്റിയിട്ട് അധികം നാളായിട്ടില്ല. പെട്ടെന്ന് തന്നെ പാടുകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വൈപ്പർ ബ്ലേഡ് ഡാമേജ് ആകുവാനായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും വ്യക്തമായി കാണിക്കുന്നുണ്ട്. വൈപ്പർ ബ്ലേഡ് പെട്ടെന്ന് മോശമാവാനുള്ള ഒന്നാമത്തെ കാരണമാണ് അതിശക്തമായ വെയിലുള്ള പ്രദേശത്ത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ വൈപ്പർ ബ്ലേഡ് ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അകത്തി വെക്കുമായിരുന്നെങ്കിൽ എൻ്റെ വൈപ്പർ ബ്ലേഡ് കുറച്ച് നാളും കൂടെ ലാസ്റ്റ് ചെയ്തേനെ. കാരണം എന്താണെന്നല്ലേ, നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെയിലടിക്കുമ്പോൾ ഗ്ലാസ് നല്ല രീതിയിൽ ചൂടാവും. അപ്പോൾ ഈ നല്ല രീതിയിൽ ചൂടാവുന്ന ഗ്ലാസിന്റെ പുറത്താണല്ലോ ഈ ഒരു വൈപ്പർ ബ്ലേഡ് പറ്റി പിടിച്ചിരിക്കുന്നത്. ഈ വൈപ്പർ ബ്ലേഡിലെ മെറ്റീരിയൽ എന്താണ്? റബ്ബറാണ്. അപ്പോൾ അതിശക്തമായ ഗ്ലാസ്സിലെ ചൂട് ഈ ഒരു റബ്ബറിന് താങ്ങാൻ മേലാത്ത രീതിയിൽ വരുമ്പോൾ ഈ ഒരു വൈപ്പർ ബ്ലേഡിലെ റബ്ബർ ചെറിയ രീതിയിൽ ഉരുകുന്നു. ആ ഒരു കാരണം കൊണ്ട് വൈപ്പർ ബ്ലേഡിലെ വൈപ്പ് ചെയ്യുന്ന റബ്ബർ മെറ്റീരിയൽ പതിയെ വൈപ്പ് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി കുറയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചോദ്യമായിരിക്കും, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ച സമയങ്ങളൊക്കെ നമ്മൾ വൈപ്പർ ബ്ലേഡ് ഇതുപോലെ അകത്തി വെച്ചുകൊണ്ട് വാഹനം ഓടിക്കണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാൽ അതിനുള്ള ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് എപ്പോഴും എയർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് എയർ വന്ന് തട്ടിയാണ്, പിന്നെ ആ ഒരു എയറിനെ തള്ളിയാണ് നമ്മുടെ വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആ സമയം വിൻഷീൽഡ് ഗ്ലാസ്സിന് ചെറിയ രീതിയിലൊരു കൂളിംഗ് ലഭിക്കുന്നുണ്ട്. എന്നാൽ വാഹനം നിർത്തിയിടുന്ന സമയത്ത് വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് ചൂടടിച്ച് ആ ഒരു ഗ്ലാസ് അവിടെ ഇരുന്ന് നല്ലതുപോലെ ഹോട്ടാവുന്നു. ആ ഹോട്ട്നെസ്സിൽ നമ്മുടെ റബ്ബർ മെറ്റീരിയലിന്, വൈപ്പർ ബ്ലേഡിന്റെ റബ്ബർ മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാക്കിയേക്കാം. രണ്ടാമതായി, ഈ വൈപ്പർ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഗ്ലാസ്സിലെ വെള്ളം ഇതുപോലെ വൈപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയാണല്ലോ. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയുള്ള സമയത്ത് നമ്മൾ വൈപ്പർ ബ്ലേഡ് ഓൺ ആക്കിയതിന് ശേഷം മഴ പോയ കാര്യം മനസ്സിലാക്കാതെ വീണ്ടും ഈ ഒരു വൈപ്പർ ബ്ലേഡ് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളമില്ലാതെ ഗ്ലാസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൈപ്പർ ബ്ലേഡ് പോകും. വൈപ്പർ ബ്ലേഡ് മാത്രമല്ല പോകുന്നത്, അത് മോട്ടറിനും ഇഷ്യൂ ആണ്. മോട്ടറിന് അവിടെ ലോഡ് കൂടുതൽ എടുക്കേണ്ടി വരും. മോട്ടറിന് ലോഡ് കൂടുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗ്ലാസ്സിൽ വെള്ളമുള്ളപ്പോൾ വൈപ്പർ മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ടാണ് ഇത്. ഇനി ഗ്ലാസ്സിൽ വെള്ളമില്ലാത്ത സമയത്ത് വൈപ്പർ മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ടാണ് ഇത്. കണ്ടില്ലേ, ഇങ്ങനെ മഴയുള്ള സമയത്ത് നമ്മൾ വൈപ്പർ മോട്ടോർ ഓൺ ആക്കുകയും എന്നാൽ മഴ പോയതറിയാതെ നമ്മൾ വീണ്ടും ഈ ഒരു വൈപ്പർ ബ്ലേഡ് ഇങ്ങനെ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൈപ്പർ ബ്ലേഡിനും ഡാമേജ് ആണ്, വൈപ്പർ മോട്ടറിനും ലോഡ് കൂടുതലെടുത്ത് വൈപ്പർ മോട്ടർ കൂടുതൽ ഹീറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ വൈപ്പർ മോട്ടർ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസും ഉണ്ട്. വൈപ്പർ ബ്ലേഡ് ഡാമേജ് ആയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചില്ലെ ആ ഒരു വെള്ളത്തിൻ്റെ പാട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വൈപ്പർ ബ്ലേഡ് മാറാറായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ബോഷിന്റെ വൈപ്പർ ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ വാഹനത്തിനും വൈപ്പർ ബ്ലേഡിന് സൈസ് ഉണ്ട്. ആ സൈസ് അനുസരിച്ച് വൈപ്പർ ബ്ലേഡ് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അളവ് വ്യത്യാസം വന്ന് കറക്റ്റായ രീതിയിലുള്ള ഗ്ലാസ് വൈപ്പിംഗ് നടക്കത്തില്ല. വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് വൈപ്പർ ബ്ലേഡിന്റെ ആംസ് നമുക്ക് ഇതുപോലെ സർവീസ് പൊസിഷനിൽ ആക്കി വെക്കണം. ശേഷം വൈപ്പർ ബ്ലേഡിന്റെ ആംസ് ഇതുപോലെ ഗ്ലാസ്സിൽ നിന്ന് അകത്തി വയ്ക്കുക. ഇനി വൈപ്പർ ബ്ലേഡ് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊള്ളുക. ഇതുപോലെ ചെരിച്ചു പിടിച്ചതിന് ശേഷം താഴത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നതായിരിക്കും. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വൈപ്പർ ബ്ലേഡിന്റെ ആമിൽ നിന്ന് വൈപ്പർ ബ്ലേഡ് ഊരിയെടുത്തതിന് ശേഷം ആം ഒരിക്കലും ഇതുപോലെ വെക്കരുത്. ഇതുപോലെ പതിയെ കൈകൊണ്ട് പിടിച്ച് ഗ്ലാസ്സിലേക്ക് മുട്ടിച്ച് വയ്ക്കണം. അങ്ങനെ വയ്ക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഈ വൈപ്പർ ബ്ലേഡിന്റെ ആം ഗ്ലാസ്സിൽ നിന്ന് ഇതുപോലെ അകത്തി വെച്ച് കഴിയുമ്പോൾ ഇതൊരു സ്പ്രിംഗ് ആക്ഷൻ പോലെയാണ്. ഇതിന്റെ അറ്റത്തെ വൈപ്പർ ബ്ലേഡ് ലോക്ക് ചെയ്യുന്ന ആ ഒരു അഗ്രഭാഗം നല്ല കട്ടിയുള്ള ഇരുമ്പാണ്. അറിയാതെ നമ്മൾ ഈ ഒരു ആമിൽ കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് ഈ ഒരു ഗ്ലാസ്സിലേക്ക് വന്ന
നിന്നായിരിക്കും ഈ ഒരു വൈപ്പർ ബ്ലേഡിന്റെ ആം വന്ന് ഇടിക്കുന്നത്. അങ്ങനെ ഫോഴ്സിൽ വന്ന് ഈ ഒരു ആം വന്ന് ഗ്ലാസ്സിൽ ഇടിക്കുമ്പോൾ 100% അവിടെ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലെ വൈപ്പർ ബ്ലേഡ് കൂടെ ഊരി മാറ്റാം. കണ്ടോളുക, ഇങ്ങനെയാണ് ഊരി എടുക്കുന്നത്. നമുക്ക് ആ ആമും കൂടെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് അടുപ്പിച്ച് വെക്കാം. വൈപ്പർ ബ്ലേഡ് ഊരിയെടുത്തതിന് ശേഷം ആം ഇതുപോലെ ഗ്ലാസ്സിലേക്ക് അടുപ്പിച്ച് വെക്കണം എന്നത് പറഞ്ഞതിന്റെ കാരണം വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പുതിയ വൈപ്പർ ബ്ലേഡ് ഇടാം. അതിനായിട്ട് പുതിയ വൈപ്പർ ബ്ലേഡ് പൊട്ടിച്ചെടുക്കാം. ഇത് ബോഷിന്റെ വൈപ്പർ ബ്ലേഡ് ആണ്. എനിക്ക് ഇത് 350 രൂപയ്ക്കാണ് കിട്ടിയത്. 390 രൂപയാണ് യഥാർത്ഥ വില. 18-16 ഈ വൈപ്പർ ബ്ലേഡിന്റെ സൈസ്. അതായത് ഒരു വൈപ്പർ ബ്ലേഡ് അല്പം വലുതാണ്, മറ്റേ വൈപ്പർ ബ്ലേഡ് അല്പം ചെറുതാണ്. ഡ്രൈവർ സൈഡിലാണ് വലിപ്പം കൂടിയ വൈപ്പർ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് വൈപ്പർ ബ്ലേഡ് ഫിറ്റ് ചെയ്യാം. ബ്ലേഡിലെ ആമിൻ്റെ സ്ലോട്ട് ഇറങ്ങാൻ പാകത്തിന് ഇതുപോലൊരു ലോക്ക് ഉണ്ടാവും. അപ്പോൾ ആമിൻ്റെ ആ ഒരു അഗ്രഭാഗം ഈ വൈപ്പർ ബ്ലേഡിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയതിന് ശേഷം ആ ഒരു സ്ലോട്ടിലേക്ക് ഈ ഒരു ആമിൻ്റെ അഗ്രഭാഗത്തെ വളഞ്ഞ ഭാഗം ഇതുപോലെ കയറ്റിയിട്ടതിന് ശേഷം നേരെ മേളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വൈപ്പർ ബ്ലേഡ് ഇതുപോലെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു ഹോളിനുള്ളിൽ കൂടെ ആയിരിക്കണം ആ ഒരു വൈപ്പർ ബ്ലേഡ് ആമിൻ്റെ ആ ഒരു അഗ്രഭാഗം ഇറങ്ങി ചെല്ലേണ്ടത്. ഇതുപോലെ അഗ്രഭാഗം അതിനുള്ളിൽ കൂടെ കയറ്റിയതിന് ശേഷം സിമ്പിളായിട്ട് ആ ഒരു സ്ലോട്ടിലേക്ക് ഇറക്കിയിട്ട് മേളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ വൈപ്പർ ബ്ലേഡ് ഇടാവുന്നതാണ്. വൈപ്പർ ബ്ലേഡ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് നല്ലതുപോലെ വൃത്തിയായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടും. ആംസ് നേരെ പഴയ പൊസിഷനിലേക്ക് വെക്കാം. കണ്ടില്ലേ, അല്പം പോലും വെള്ളത്തിന്റെ പാട് വിൻഷീൽഡ് ഗ്ലാസിൽ ഇപ്പോൾ കാണുന്നില്ല. അകത്തുനിന്നുള്ള വിഷ്വൽ ഇപ്പോൾ നോക്കാം.